നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. രാഷ്ട്രീയക്കാരനും കലാകാരനുമായ ഡോക്ടർ MK മുനീർ ആയിരുന്നു കഴിഞ്ഞ ദിവസം JB ജംഗ്ഷനിലെ അതിഥി. ഡോക്ടർ മുനീറിൻ്റെ ജീവിത വഴിത്താരയിലെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലൂടെയുള്ള പ്രയാണം ഈ എപ്പിസോഡിലും തുടരാം. രാജീവ് ഗാന്ധിക്കെതിരെ ഘോരം ലേഖനം എഴുതിയ ശേഷം ഒരു രാത്രി വെളുക്കുന്നതിന് മുമ്പ് ആ യോഗത്തിൽ പോയി പ്രസംഗിച്ച ഫ്ലെക്സിബിലിറ്റി കാണിച്ച ആളാണ് ഡോക്ടർ MK മുനീർ. അതിൽ നിങ്ങൾ അതിൻ്റെ ഫുൾ ഹിസ്റ്ററി നോക്കണം. അന്ന് ഞാൻ എഴുതിയ ലേഖനം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ളൊരു ലേഖനമല്ല, അദ്ദേഹം അങ്ങനെ ആകരുത് എന്ന് പറയുന്നൊരു ലേഖനമായിരുന്നു. അതിനുശേഷം കോൺഗ്രസ് ധാരാളം ഡിസ്കഷൻസ് മുസ്ലിം ലീഗുമായി നടത്തി. അതിൽ വന്നിട്ടുള്ള ധാരാളം കോംപ്രമൈസസിന് ശേഷമാണ് വീണ്ടും ലീഗ് കോൺഗ്രസ് ബന്ധം പുനഃസ്ഥാപിക്കുന്നത്. അതിനിടയിൽ മുന്നണി വിട്ടു. ഞാൻ വെറുതെ താങ്കളൊന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി അല്ല ഞാൻ പറയുന്നത്, പ്രൊവോക്ക് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു. താങ്കൾ നേരത്തെ എഴുതിയത് അപ്പോഴേക്കും ആ രാഷ്ട്രീയം മാറി ലീഗ് വീണ്ടും UDFന്റെ ഭാഗമായി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം യോഗങ്ങൾ പങ്കെടുക്കേണ്ടി വന്നു. അതല്ല, അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുകയാണ് സ്ഥാനാർത്ഥിയായിട്ട്. കോൺഗ്രസിന്റെ വോട്ട് വേണം താങ്കൾക്ക്. അതിൻ്റെ പേരിലല്ല, നമ്മൾ ആ സമയമാകുമ്പോഴേക്കും കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുണ്ടായിരുന്ന ഇത് സംബന്ധമായ അഭിപ്രായങ്ങൾ AICCയും ലീഗും ഒക്കെ അടക്കം ഇരുന്ന് ചർച്ച ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടായ ശേഷമാണ് വീണ്ടും മുന്നണിയിലേക്ക് തിരിച്ചു പോകുന്നത്. ലീഗിൽ ഒരു അദൃശ്യ ഗ്രൂപ്പിൻ്റെ ഒരു സാരഥ്യം അല്ലെങ്കിൽ ഒരു ധാരയുടെ ഒരു സാരഥ്യം താങ്കൾക്കുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു ഇപ്പം കോൺഗ്രസ്സിലെ 1ാം ഗ്രൂപ്പോ 2ാം ഗ്രൂപ്പോ 3ാം ഗ്രൂപ്പോ A ഗ്രൂപ്പോ പറഞ്ഞ പോലത്തെ ഒരു ഘടനയൊന്നും ഉണ്ടാകണമെന്നില്ല. വേണമെങ്കിൽ ഒരു ചിന്താഗതിയായിരിക്കാം. ലീഗ് ഇങ്ങനെയാണ് പോകേണ്ടത്, ലീഗിന് ചില നിലപാടുകളിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കണം എന്നൊക്കെയുള്ള എന്തോ ഒരു അദൃശ്യ ഭാവം അതിനുണ്ട് എന്ന് ലീഗ് രാഷ്ട്രീയത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്. ഇല്ല, ഞാൻ പറയുന്നത് ലീഗിൻ്റെ ഒരു ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മളതിനെ കാണണം. കാരണം ലീഗിനകത്ത് 2 അഭിപ്രായങ്ങൾക്കുള്ള സ്പേസ് ഉണ്ട് എന്നതിനപ്പുറം ആ 2 അഭിപ്രായങ്ങളും പറഞ്ഞ് അതിൽ ഒരു തീരുമാനം എത്തിക്കഴിഞ്ഞാൽ ഈ 2 ധാരയെ ഒന്നിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള ഒരു രാഷ്ട്രീയം. ഞാൻ ഒരു ഉദാഹരണത്തിന് പറയാം. അതായത് ചില തീവ്ര ഗ്രൂപ്പുകളോട് ചിലപ്പോൾ അതിനെ നമ്മളൊന്ന് ഡിക്കോഡ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത്, ചില തീവ്ര ഗ്രൂപ്പുകളോട് വേണമെങ്കിൽ തീവ്രവാദത്തിൻ്റെ ഒരു അരികും മൂലിയും വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാവുന്ന ഗ്രൂപ്പുകളോട് അല്ലെങ്കിൽ സങ്കുചിതമായിട്ടുള്ള സാമൂഹിക ഗ്രൂപ്പുകളോട് ബന്ധം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ലീഗിൽ എപ്പോഴും 2 കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അത് തർക്കമില്ലല്ലോ, ശരിയാണ്. ഉണ്ട്. താങ്കൾ സമ്മതിച്ചു? ഉണ്ട്. ആ കാഴ്ചപ്പാടിൽ എപ്പോഴും ഒന്ന് അകലം പാലിക്കണം, അവരുമായിട്ടൊരു സന്ധിക്ക് നിൽക്കരുത്. അത് ആത്യന്തികമായിട്ട് ലീഗ് രാഷ്ട്രീയത്തിന് നഷ്ടമാണ്, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന് തന്നെ നഷ്ടമാണ്. അത് വലിയ അപകടം ചെയ്യുമെന്നുള്ളൊരു വിശ്വാസക്കാരനാണ് താങ്കൾ. അല്ല, അതിൽ ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിൽ ഇതിനെ കാണാം. ഒന്ന്, നമ്മുടെ മൈനോറിറ്റി കൺസോളിഡേഷൻ എന്ന് പറയുന്നൊരു ധാരയുണ്ട്. അത് ഒരു പോസിറ്റീവ് ധാരയാണ്. അതായത് മൈനോറിറ്റി കൺസോളിഡേഷൻ എന്തിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവകാശങ്ങൾ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി. അതേസമയം സെക്കുലറിസം എന്ന് പറയുന്നതിൽ ഒരു കോംപ്രമൈസും എവിടെ ഉണ്ടായിട്ടില്ല. സെക്കുലറിസം ഒരാൾ എനിക്ക് തോന്നുന്നു ഈ വിഷയമായിരിക്കാം ഒരാളെ ഇങ്ങോട്ട് പറയാൻ പ്രേരിപ്പിക്കും. നോക്കാം നമുക്ക് വർഗീയവൽക്കരണത്തെ തടയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ സമൂഹങ്ങളിൽ നിന്ന്, തീവ്രവാദികളുടെ ചിന്തകളിൽ നിന്ന് ന്യൂനപക്ഷ സമൂഹത്തെയും മോചിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഇത് രണ്ടും ഒരേപോലെ ബാലൻസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു സമീപനം ഉണ്ടാക്കാൻ കഴിയുക എന്നതാണ് എനിക്കതിൻ്റെ ഒരു വിശദാംശമാണ് അറിയേണ്ടത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെറും മൈനോറിറ്റീസിൻ്റെ മാത്രമല്ല, പിന്നോക്കം തള്ളപ്പെട്ടു പോയിട്ടുള്ള ജനവിഭാഗത്തിൻ്റെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷന് വേണ്ടി ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടണം എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ഒരുമിച്ച് നിർത്തി പോകണമെന്ന് പറയുമ്പോൾ വളരെ തീവ്രമായ ചിന്തകൾ വരുന്ന രാഷ്ട്രീയ ധാരകളുണ്ട് ഇവിടെ. ഞാനതിൽ തുറന്നു പറയാം, അത് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും STPI അടക്കമുള്ള പുതുതായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണെങ്കിലും അവരുടെ ഈ തീവ്ര മനോഭാവത്തോടു കൂടിയുള്ള ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തെ ചെറുത്ത് തോൽപ്പിക്കണം എന്ന് വിശ്വസിക്കുന്ന, അതിൽ കോംപ്രമൈസ് ചെയ്യരുതെന്നുള്ള. അപ്പോൾ അത് പൊതു ഡിസ്കഷൻസിൽ വരുന്ന സമയത്ത്
നമുക്ക് അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും മൊത്തത്തിൽ നമ്മളൊരു മൂവ്മെൻ്റായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും പ്ലാറ്റ്ഫോമായി മുസ്ലിം ലീഗ് നിൽക്കണം എന്ന് പറയുന്നത്. താങ്കളിപ്പോൾ 2 സംഘടനകളുടെ പേര് പറഞ്ഞു, SDPI, ജമാഅത്ത് ഇസ്ലാം. അതിനപ്പുറത്ത് ഒരുപാട് ഗ്രൂപ്പുകൾ ഇപ്പോൾ ഈ മുസ്ലിം സമൂഹത്തിൽ ഉരുത്തിരിയുന്നുണ്ട്. ഒരുപക്ഷെ നിലവിലുള്ള ദേശീയ രാഷ്ട്രീയത്തിൻ്റെയോ സാർവദേശീയ രാഷ്ട്രീയത്തിൻ്റെയോ ഒരു പരിണിതഫലമായിരിക്കാം. വേണമെങ്കിൽ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നുള്ള വ്യാജേനയാണ് വരുന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഭൂരിപക്ഷ വർഗീയതയെ വേണമെങ്കിൽ വളം വെച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവണതയായി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ബാൽക്കനൈസേഷൻ സംഭവിക്കുന്നുണ്ട്. മുസ്ലിം വിഭാഗത്തിൽ വേണമെങ്കിൽ ഒരുപാട് അനാചാരങ്ങൾ വീണ്ടും പ്രവേശിച്ചു. സമൂഹം നൽകിയിരുന്ന സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന അവസ്ഥ. മുസ്ലിം സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് ഒരു ചർച്ച തന്നെ വരുന്നു. താങ്കളത് ഉത്കണ്ഠാകുന്നല്ലേ? അല്ല, ഞാൻ ഈ പറയുന്ന ഇതിൽ മുസ്ലിം ലീഗിൻ്റെ ആയിട്ടുള്ള നിലപാടുണ്ട്. ആ നിലപാടിലേ നമ്മൾ മുസ്ലിം ലീഗിന് മുന്നോട്ട് പോകേണ്ടതുള്ളൂ. മുനീർ, ഇപ്പോൾ മലപ്പുറത്തൊക്കെ പർദ ഷോപ്പുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പണ്ട് ഞാൻ പഠിച്ച സർ സെയ്ദ് കോളേജിലാണ്. ആ കോളേജിലൊന്നും ആ കാലഘട്ടത്തിൽ ഒരു കുട്ടി പോലും പർദ്ദയിട്ട് വന്നിരുന്നില്ല. ഇന്ന് പർദ്ദ എന്നുള്ളത് മുസ്ലിം പെൺകുട്ടികളുടെ ദേശീയ വസ്ത്രം എന്ന് പറയാൻ പറ്റില്ല, ആസ്ഥാന വസ്ത്രമായി മാറി. താങ്കൾ ഉത്കണ്ഠാവില്ലല്ലേ? പർദ്ദ എന്ന് പറയുന്നത്, പർദ്ദ എന്നുള്ള സംഭവത്തെക്കുറിച്ച്, ഞാൻ ആ ഒരു പ്രവണതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പർദ്ദ എന്ന് പറയുന്നതിൽ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് അവൾക്ക് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. അവൾ പ്രിഫർ ചെയ്യുന്നത് പർദ്ദയാണെങ്കിൽ അത് പർദ്ദ നീ ധരിക്കാൻ പാടില്ല എന്ന് അവളോട് പറയുന്നതും ഒരു ഇനിക്വാലിറ്റി എന്ന് പറയുന്ന അവസ്ഥയുണ്ടാക്കും. അതേസമയം ഈ നമ്മൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ കാണുന്ന പർദ്ദ ധരിക്കാത്ത സ്ത്രീകളെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്നതിലേക്കും സമൂഹം പോകരുത്. ആ ഒരു വസ്ത്രധാരണത്തിൻ്റെ സ്വാതന്ത്ര്യം സ്ത്രീക്ക് തന്നെ കൊടുക്കും. എന്തായാലും നമ്മുടെ മുസ്ലിം സമൂഹത്തിനിടയ്ക്ക് പർദ്ദ ധരിക്കരുതെന്ന് പറഞ്ഞ് ചടിക്കാൻ ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും എന്നുള്ള കാര്യം തർക്കമില്ല. പർദ്ദ ധരിക്കരുത് എന്ന് പറയാൻ മറിച്ച് ധരിക്കണമെന്നുള്ള ഒരു ശാഠ്യമായിരിക്കും. നമ്മുടെ കേരളത്തിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ആ സ്ത്രീകൾ അവർ ചൂസ് ചെയ്യുന്ന ഡ്രസ്സ് തന്നെയാണ്. കുറേ കാലം മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ ഡിസ്കഷന് വിധേയമായ മറ്റൊരു വിഷയം നിലവിളക്കാണ്. നിലവിളക്ക് പക്ഷക്കാരും നിലവിളക്ക് വിരുദ്ധന്മാരും. MK മുനീർ സ്വാഭാവികമായിട്ട് നിലവിളക്ക് പക്ഷത്ത് തന്നെ ഉറപ്പിക്കുന്നു. ഞാൻ അതിനൊന്നും ഒരു മതപരമായിട്ടുള്ള അത് ഞങ്ങളുടെ പാർട്ടി ഒരു ഡിസ്കഷൻ എടുത്തു, അതിനി ചർച്ച ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയോടൊപ്പം നിൽക്കണം എനിക്ക്. അപ്പോൾ താങ്കൾ നിലവിളക്ക് ഉപേക്ഷിച്ച് പാർട്ടിക്കൊപ്പം പോയോ? അതല്ല, പാർട്ടി എടുത്തിട്ടുള്ള ഡിസിഷൻ അത് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ താങ്കളുടെ നിലപാടിൽ മാറ്റമില്ല. സ്റ്റാറ്റസ്കോ എന്ന് പറയുന്ന സമയത്ത് എന്തായിരുന്നു ആ സ്റ്റാറ്റസ്കോ ആണ്. നിലവിളക്ക് കൊടുത്തുന്നതിൽ തെറ്റില്ല എന്നുള്ള ഡോക്ടർ മുനീറിൻ്റെ ആ നിലപാട് അവിടെ നിന്നുകൊണ്ടാണ് സ്റ്റാറ്റസ്കോ വന്നത്. അപ്പോൾ ആ നിലപാടിൽ നിൽക്കുകയാണ്. 2 ഭാഗമുണ്ടല്ലോ. അങ്ങ് നിലവിളക്ക് കൊളുത്തേണ്ടി വരുന്നവർ വേണ്ടാന്ന് പറയുന്നവരുടെ സ്റ്റാറ്റസ് അവിടെ അങ്ങനെ നിൽക്കുന്നു. കൊളുത്തറെന്ന് പറയുന്ന താങ്കളെപ്പോലുള്ള ആൾക്കാരുടെ സ്റ്റാറ്റസ് പോലെ നിൽക്കുന്നു. മൊത്തം സ്റ്റാറ്റസ്കോ നിലനിൽക്കുന്നു. ഫ്രീസ് ചെയ്തു. പ്രേക്ഷകരുടെ അറിവിലേക്ക് തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. ചർച്ച വേണ്ടതില്ല എന്നുള്ള ആ ഒരു പാർട്ടി തീരുമാനത്തോട് ഡോക്ടർ മുനീർ യോജിച്ച് നിൽക്കുന്നു. അതല്ലേ? അതെ. ഇനി ഒരു നിലവിളക്ക് ഞാനിവിടെ വെച്ചിട്ട് ഡോക്ടർ MK മുനീറിനോട് കൊളുത്താൻ വേണ്ടി താങ്കളുടെ കയ്യിലേക്ക് വിളക്ക് തരികയാണെങ്കിൽ താങ്കൾ കൊളുത്തുവോ ഇല്ലയോ? അതാണ് ഞാൻ പറഞ്ഞത്. ചില സ്ഥലത്ത് നമ്മൾ നിലവിളക്കിനെ തന്നെ എവിടെ ഉപയോഗിക്കണം എന്ന് അറിയാത്തൊരവസ്ഥ വരുന്നു. ഇവിടെ ഒരു നിലവിളക്കിൻ്റെ ആവശ്യമില്ലല്ലോ. നിലവിളക്ക് ഓക്കെ. ഇവിടെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കോളേജ് യൂണിയൻ്റെ ഇനാഗുറേഷന് ഡോക്ടർ MK മുനീർ വിളിക്കുന്നു, താങ്കൾ പഠിച്ച മെഡിക്കൽ കോളേജിൽ വിളിക്കും, ഒരു നിലവിളക്ക് കൊടുത്താൻ താങ്കളോട് അഭ്യർത്ഥിക്കുന്നു. അതങ്ങ് അവിടെ വെക്കൂ, എന്നിട്ട് എന്നെ വിളിക്കും, ഞാൻ എന്ത് ചെയ്യുന്നു അപ്പോൾ കാണാം. താങ്കൾ കൊടുത്തായിരിക്കാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ താങ്കൾ പറഞ്ഞു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ, ഡിസ്കഷൻ മാത്രം നടത്തരുതെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ MK മുനീർ, ഇന്ത്യ വിഷൻ താങ്കൾക്ക് താങ്കളുടെ ബാലൻസ് ഷീറ്റിൽ ലാഭമാണോ നഷ്ടമാണോ? ഇന്ത്യ വിഷൻ MK മുനീർ എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ നഷ്ടങ്ങളുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ കേരളത്തിലെ മീഡിയക്ക് വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള, അതിൽ ഞാൻ അഭിമാനിക്കുകയും, കാരണം പ്രസിഡൻ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മീഡിയ കൊണ്ടുവരാൻ, വാർത്താ സംസ്കാരം ഉണ്ടാക്കാൻ ശ്രമിച്ചതിൽ ഞാനിപ്പോഴും അഭിമാനിക്കുന്നു. അതേസമയം വ്യക്തിപരമായി എനിക്ക് എൻ്റെ വ്യക്തിജീവിതത്തിലും എൻ്റെ രാഷ്ട്രീയത്തിലുമൊക്കെ വലിയൊരു നഷ്ടക്കച്ചവടമാണ് ഇന്ത്യ വിഷൻ. റിഗ്രറ്റ് ചെയ്യുന്നതാണ്.
റിഗ്രറ്റിൻ്റെ പ്രശ്നം സമ്മിശ്രമാണ്. കാരണം ഇടയ്ക്ക് വിചാരിക്കും അങ്ങനെ ഒരു അല്ല, ഞാൻ അങ്ങനെ ഒരു മീഡിയയെ കൊണ്ടുവന്നതിൽ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ ബഹുഭൂരിഭാഗം എന്നെ എതിർക്കുന്നവരും താങ്കളെ അനുകൂലിക്കുന്നുണ്ടാവാം. അതേസമയം മുനീർ എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഇതിൽ കൊണ്ടുപോയി തലവെച്ചത് എന്ന് എന്നെ സ്നേഹിക്കുന്നവരും പറയുന്നു. മുനീർ, താങ്കളെ കുറിച്ച് എന്തെല്ലോ ആക്ഷേപങ്ങൾ ഇന്ത്യ വിഷൻ ആയി മുൻനിർത്തി ഉണ്ടായി. സ്വെറ്റ് വിക്കറ്റ്, ഒരുപാട് സുഹൃത്തുക്കൾ പിണങ്ങിപ്പോയി, ഒരുപാട് ചെക്ക് കേസുകൾ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ വയ്യാവേലിയൊക്കെ വേണ്ടിയിരുന്നോ എന്ന്. അല്ല, നമ്മൾ ഓരോ സമയത്തും എടുക്കുന്ന ഒരു ഡിസിഷനാണത്. പക്ഷേ ആ ചില ഡിസിഷൻസിൽ നമുക്ക് അതിൻ്റെ യാത്രയിൽ നമുക്ക് നഷ്ടം ലാഭം ഒക്കെ ഉണ്ടായാലും ഇതിനൊരു സ്ഥലത്തെത്തിക്കണം. നമ്മൾ ഒരു നാറാണത്ത് ഭ്രാന്തനാവാൻ പറ്റില്ല, മുകളിൽ കൊണ്ടുപോയി താഴോട്ടിടാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു തലത്തിൽ എത്തിക്കുക എന്നുള്ള ദൗത്യത്തിനിടയിൽ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യ വിഷൻ ഇന്ന് പ്രസരണ രംഗത്തില്ല. പക്ഷെ താങ്കൾക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ലൈഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലെ തൊഴിലാളികൾ, അതിനകത്ത് ഷെയർ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഒരു വഞ്ചകനായിട്ട് അവരുടെ പണം വേറെ എന്തിനൊക്കെ വിനിയോഗിച്ചോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എല്ലാ രീതിയിലും അത് തിരിച്ചു കൊണ്ടുവരികയും അതിനെവിടെയെങ്കിലും എത്തിച്ച് അവരുടെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കി എൻ്റെ ദൗത്യം പ്രതീക്ഷിക്കാം. ഡോക്ടർ എം കെ മുനീർ എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ്. എത്ര പെട്ടെന്നായാലും അത്രയും ഡാമേജ്. പലപ്പോഴും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, എന്തുകൊണ്ട് താങ്കൾ അത് വേറെ ആർക്കും കൈമാറി ആ നൂലാമാലയിൽ നിന്ന് രക്ഷപ്പെട്ടില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ പറയുന്നത് അതിനെ ഒരു ലൈഫിൽ നമുക്ക് പരാജയം ഉണ്ടാകാം, വിജയം ഉണ്ടാകാം. എം കെ മുനീറിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു ദൗത്യത്തിൽ പരാജയപ്പെട്ട് പിന്മാറി എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് തന്നെ പരാജയം എന്നുള്ള രീതിയിലേക്ക് വരുന്നത് കൊണ്ട് അതിനെ വിജയിപ്പിച്ച് അതിനെ ആരെങ്കിലും ഏൽപ്പിക്കുന്നതിൽ എനിക്ക് പ്രശ്നം. ഡോക്ടർ മുനീറിന് ഇപ്പോൾ എത്ര ഷെയർ ഉണ്ട് ഇന്ത്യ വിഷൻ? ഷെയർ എന്ന് പറയുന്നത് നമ്മളുടെ പ്രവർത്തനത്തിനായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിനെ തന്നപ്പോൾ ഞാൻ സ്വെറ്റ് ഇക്വിറ്റി സ്വീകരിച്ചിട്ടില്ല. അപ്പം ഞാനുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഷെയർ ഹോൾഡേഴ്സിനെയും കൂട്ടിയിട്ട് ഇപ്പം നമ്മളൊരു ഇതിൻ്റെ ഹോൾഡിംഗ് കമ്പനി എന്നുള്ള ഞങ്ങൾക്കൊരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്കാകെ 5 lakhs ഷെയറേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി താങ്കൾക്ക് സ്റ്റേക്ക് ഉണ്ട്? ഹോൾഡിംഗ് കമ്പനിക്ക് എത്ര ഷെയർ ഉണ്ട്? ആ ഹോൾഡിംഗ് കമ്പനിക്ക് ഏകദേശം 30% സ്റ്റേക്ക്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയിൽ താങ്കൾ 3-5 പേരല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ താങ്കൾക്ക് ഒരു 15-18% ഷെയറിൻ്റെ അവകാശം അങ്ങനെ ഉണ്ടാവില്ല. വേണമെങ്കിൽ പറയാം. എനിവേ, അത് ഞാൻ ഡിബേറ്റിലേക്ക് പോകുന്നില്ല. വെച്ചാൽ താങ്കൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും താങ്കളുടെ കമ്പനി വാങ്ങാൻ വരുമെന്ന് അറിയാൻ വേണ്ടി ഞാനത് ചോദിച്ചതാണ്. അത് വരുന്നതിന് സന്തോഷമേ ഉള്ളൂ എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാമായിട്ടും ആള് വാങ്ങാൻ വരുന്നുണ്ടല്ലോ എന്നുള്ളതിൽ. അല്ലാതെ താങ്കൾ പറഞ്ഞ പോലെ ഇന്ത്യ വിഷൻ സൃഷ്ടിച്ചൊരു വാർത്താ സംസ്കാരം, പക്ഷെ ഒരുപാട് സുഹൃത്തുക്കൾ താങ്കളുടെ ശത്രുക്കളായി മാറിയല്ലേ? ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് വരെ സംശയമായിരുന്നു. ഞാനിത് തുടങ്ങുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തുടങ്ങരുതെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു വാർത്താ ചാനൽ, അതായത് സീംലെസ് ന്യൂസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരണമെന്ന ആഗ്രഹത്തിലാണ് അത് ഉണ്ടാക്കിയത്. പത്രപ്രവർത്തകർ താങ്കളുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുന്ന ഒരു പ്രത്യേക ഘട്ടം, ഇതൊക്കെ ഡോക്ടർ മുനീർ താങ്കൾക്ക് അർഹതപ്പെട്ടതായിരുന്നു? അതിൻ്റെയൊന്നും ഞാൻ അതിൻ്റെ നിറ്റിഗ്രിറ്റീസിലേക്ക് കടക്കുന്നില്ല. കാരണം എം കെ മുനീർ മാത്രമായിട്ട് തുടങ്ങിയതല്ല ഇത്. പക്ഷേ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ എം കെ മുനീർ എന്ന് പറയുന്ന ഒരു ടാർഗറ്റിലേക്ക് വെക്കുമ്പോൾ മാത്രമേ കിട്ടൂ, അപ്പോഴേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ എന്നുള്ള ഒരു ധാരണയുള്ളത് കൊണ്ട് മാത്രം എം കെ മുനീർ മാത്രം ഇതിനകത്ത് നിരന്തര പീഡനങ്ങൾക്ക് ബലിയാടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, താങ്കളുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ എന്ന് പറയുന്ന പ്രതിപക്ഷത്തുള്ള ഒരാൾ പോലും ഈ വിഷയത്തിൽ താങ്കളെ വേട്ടയാടിയിട്ടില്ല. അത് ശരിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പൊളിറ്റിക്സ് പോലും നമ്മൾ നോക്കിയിട്ടില്ല. ഇതിനെ എല്ലാവരും പിന്താങ്ങിയിട്ടുണ്ട്. ഈവൻ നമുക്ക് ഈ ന്യൂസിൻ്റെയൊക്കെ
ഒരു കുലപതികളുടെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റുന്ന ആളാണ് ശശികുമാർ അടക്കം ഇതിൻ്റെ ഒരു വെൽവിഷറായിട്ട്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ താങ്കൾ ബലിയാടായി, താങ്കൾ മാത്രം പീഡനത്തിന് ഇരയായി എന്ന് പറയുമ്പോൾ പോലും താങ്കൾ മനസ്സിലാക്കേണ്ടത് നിലവിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ പോലും താങ്കളെ ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തിയില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആര് താങ്കളെ പീഡിപ്പിച്ചു, ആര് താങ്കളെ ബലിയാടാക്കി എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്, അല്ലെങ്കിൽ ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. അതല്ല, അവിടെ നിൽക്കട്ടല്ലേ, അതിലൊരു പൊളിറ്റിക്സ് ഇല്ല. ഞാൻ പറയാം, ഓക്കെ, പൊളിറ്റിക്കലായിട്ടല്ല ആ വിഷയത്തെ നമ്മൾ കാണേണ്ടത്. കാരണം നമ്മൾ ടാർഗറ്റ് ചെയ്യപ്പെടുമ്പോൾ പല രീതിയിൽ ഇപ്പോൾ പിന്നെ പ്രതിപക്ഷം ചെയ്തിട്ടില്ലെങ്കിലും അന്ന് വന്ന വാർത്തകളിൽ ഒരു ഭാഗത്ത് ഇത് കൈക്കൂലി കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞിരുന്നു. അതേ സമയത്ത് ഞാൻ വണ്ടിച്ചെക്ക് കൊടുത്തു എന്ന് പറയുന്നു. ഈ രണ്ടും ഒരു സമയത്ത് നടക്കില്ലല്ലോ. വണ്ടിച്ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പൈസ ഇല്ലാത്തൊരവസ്ഥയും, കൈക്കൂലി വാങ്ങി ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ കൊടുക്കാൻ പൈസ ഉള്ളൊരവസ്ഥയുമാണ്. അപ്പോൾ കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയും ഒരേ സമയം നിലനിൽക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത് സൃഷ്ടിക്കപ്പെട്ടതാണെന്നുള്ളത് വളരെ ബോധ്യമാകുന്നൊരു കാര്യമാണ്. ഡോക്ടർ മുനീറിലൊരു മാനേജ്മെൻറ്റ് വിദഗ്ധൻ്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു. തീർച്ചയായും താങ്കൾ കൂടുതൽ കാൽപ്പനിക ഭാവമാണ്. ശരിയാണ്. ഞാൻ പിന്നെ സ്വപ്നജീവിയാണോ ഡോക്ടർ മുനീർ? അത് ശരിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണലിസ്റ്റുകൾക്ക് വേണ്ടി ഒരു ചാനൽ എന്നുള്ളതായിരുന്നു. അതാണ് അവസാനം കോടാലിയായി മാറിയത്. അപ്പം നമ്മളതിൻ്റെ ഇൻകം ജനറേഷൻ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, പരസ്യങ്ങൾക്ക് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പാർട്ടിയിൽ തന്നെ താങ്കൾ, കാരണം നമ്മുടെ ക്ലയൻസിനെ ഒക്കെ നമ്മൾ വെറുപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. താങ്കൾ അനുഭവിച്ച പീഡനത്തിന്റെ ഏറെ ചിത്രം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഒരു ചാനൽ നടത്തുന്ന ഒരാളാണെന്നുള്ളതിൽ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ താങ്കളെ പീഡിപ്പിക്കില്ല, ഞാൻ ഉറപ്പ് തരാം. എന്നുവെച്ചാൽ താങ്കളെ ഒരിക്കലും പീഡിപ്പിക്കില്ല. താങ്കൾക്ക് നല്ലത് വരട്ടെ എന്നുള്ള. പക്ഷേ വേറൊരു കാര്യം ഞാൻ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി പറയാണ്, സതുദ്ദേശമാണ് ആദ്യവും, സതുദ്ദേശമാണ് ഇപ്പോഴും. അതിൽ വേറെ ഒരു തരത്തിലുള്ള സങ്കുചിതമായ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. എൻ്റേതായിട്ടുള്ള ഒരു താല്പര്യങ്ങളും അതിൻ്റെ അകത്ത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇത് ഒരു തരത്തിലും എനിക്ക് ഇതിൽ നിന്നും സാമ്പത്തിക ലാഭമുണ്ടാകുമെന്നൊരു വിശ്വാസം എനിക്കില്ല. പക്ഷേ ഡോക്ടർ മുനീർ, താങ്കൾക്കിപ്പം താങ്കളുടെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ കൂടെ വളർന്ന ഒരാളാണ് ജമാൽ ജയിലിൽ പോകുന്നൊരവസ്ഥ പോലും സംജാതമായി. ഒരുപക്ഷെ ഡോക്ടർ മുനീർ അത് ഒഴിവാക്കേണ്ടിയിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു വിഷമോ ഒരു കുത്തിപ്പിടിക്കലോ എവിടെയെങ്കിലും ഉണ്ടോ? അതല്ല, ഇത് ഞാൻ മാത്രം ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ല, എല്ലാവരും ചേർന്ന് ഒഴിവാക്കേണ്ട. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനിയിൽ എല്ലാവരും കൂടി വരണം. ഞാൻ ഒഴിവാക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. ഞാനൊരു സമ്പന്നനായിരുന്നുവെങ്കിൽ, എൻ്റെ കയ്യിൽ ധാരാളം പണം അതിനു വേണ്ടി ചിലവഴിക്കാനുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കില്ലല്ലോ. അത് പിന്നെ എന്നെക്കാൾ കൂടുതൽ ജമാലിന് അറിയാം അതിനെക്കുറിച്ച്. ജമാലിന് അത് ഉൾക്കൊണ്ടു? ജമാലിന് അറിയാമല്ലോ, കാരണം ജമാലിനല്ലേ ഈ സിറ്റുവേഷൻ ഇതിനേക്കാൾ കൂടുതൽ അറിയുന്നത്. ഡോക്ടർ മുനീർ, എന്തായാലും താങ്കളുടെ ദൗത്യം പരാജയപ്പെടാതെ വീണ്ടും പുനർജീവിപ്പിക്കാനുള്ള ഒരു കരുത്തും അവസരം താങ്കൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ എന്നും ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു അനുകൂലം ആയിട്ടുള്ള, ഇതേപോലെ തന്നെ ഒരു സിമ്പത്തറ്റിക് ആയിട്ട് എന്നോട് കാണിച്ചിട്ടുള്ള സൗഹൃദത്തിൻ്റെ എല്ലാ നിമിഷങ്ങളെയും ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. താങ്ക് യു. എന്തായാലും താങ്കൾ എന്നെ തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ളത്. മാത്രമല്ല ജമാലിനെ അവിടെ പോയി കണ്ട വളരെ ചുരുക്കം ആളുകളിൽ ഒന്ന് ജോൺ ബ്രിട്ടാസ് ആയിരുന്നു. ജമാൽ നമ്മുടെ ഒരു സുഹൃത്താണ്. മാത്രമല്ല ഇന്ത്യ വിഷൻ നമ്മുടെ ഒരു സഹസ്ഥാപനമാണ്. അത് വീണ്ടും പടർന്ന് പന്തലിച്ച് കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഒരു വാർത്താ സംസ്കാരത്തിൽ തുടക്കം കുറിച്ചൊരു ചാനലാണ്. കേരളത്തിലെ ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ എപ്പോഴും മൾട്ടിപ്പിൾ ചാനൽസും ചിന്താഗതികളും വേണം. ആ അർത്ഥത്തിൽ ആ ചാനൽ വീണ്ടും തിരിച്ചു വന്ന് താങ്കളോടുള്ള പലരുടെയും വിമർശനങ്ങളുടെ മുന ഒടിക്കാൻ അത് വഴിവെക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വരട്ടെ. ഇത്രയേറെ തിരക്കുകൾക്കിടയിലും ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കുവാനും എഴുതുവാനും ഒക്കെയുള്ള സമയം എപ്പോഴാണ്? ഇപ്പോൾ നമുക്കൊക്കെ എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പോലും എഴുതാൻ കഴിയാത്ത ഒരാളാണ് വ്യക്തിപരമായി. എനിക്ക് പ്രസംഗിക്കാനൊക്കെ പറ്റും, ചാനലിലെ ചർച്ചയ്ക്കൊക്കെ പോകുമ്പോൾ സംസാരിക്കും, പക്ഷേ എഴുതാൻ പറ്റുന്നില്ല. ഇത്രയും എഴുതാനുള്ള സമയം അദ്ദേഹത്തിന് എപ്പോഴാണ് അതിനുവേണ്ടി മാറ്റിവെക്കുന്നത്, എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് പ്രേക്ഷകർക്ക് വേണ്ടി
അറിയാൻ താല്പര്യമുണ്ട്. അത് ഞാനായിട്ട് ചോദിക്കുകയാണ്. വിശ്വനാഥനാണ് ചോദിച്ചത്. പക്ഷേ വിശ്വനാഥനോട് നമുക്കെപ്പോഴും വേറൊരു രാഷ്ട്രീയ പ്രതലത്തിലുള്ള ഒരാളെയും കൂടെ കൊണ്ടുവരണല്ലോ. നോക്കട്ടെ, ഒരാളും കൂടി എന്തോ പറയാൻ വേണ്ടത്. ഈ ബഹളത്തിനിടയിലും തിരക്കിനിടയിലും കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരാളാണ് നിങ്ങൾ. നമ്മൾ ഓരോ കമ്മിറ്റികളിൽ എത്തുമ്പോഴും സബ് കമ്മിറ്റിയിൽ എത്തുമ്പോഴും ഒക്കെ തന്നെ വളരെ ഗൗരവത്തോടു കൂടി പ്രശ്നങ്ങളെ കാണുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ സജീവമായി രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുന്നത്? മറ്റൊരു ചോദ്യം, നിങ്ങൾ പലപ്പോഴും തീവണ്ടി യാത്ര അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാറിലാണ് ദീർഘയാത്രകൾ പലപ്പോഴും ചെയ്യുന്നത്. അതിന് കാരണം എന്താ? നമ്മൾ കാറ് നമുക്ക് മാറ്റി വെക്കാം. എന്തായാലും ഈ കാറിനെ കുറിച്ച് കുറച്ചുകൂടെ ചോദിക്കാനുണ്ട്. നിങ്ങളുടെ കാറുമായിട്ടുള്ള ബന്ധം. പുരുഷനും ഒരു സഹൃദയനും കലാകാരനുമായിട്ടുള്ള രാഷ്ട്രീയ പുരുഷനോട് പറഞ്ഞ ഒരു പാട്ട് പുരുഷന് വേണ്ടി പാടിപ്പിക്കണം. അത് നമുക്കിത് കഴിഞ്ഞ ശേഷം സംസാരിച്ച ശേഷം. പുരുഷനൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് ഞങ്ങൾ. അതുപോലെ വിഷ്ണുവും പറഞ്ഞു എഴുത്ത്. വിഷ്ണു അതേപോലെ തന്നെ വിഷ്ണുവും ഈ പുതിയ തലമുറയിൽ കുറേയൊക്കെ കാര്യങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ വായന എന്ന് പറയുന്നത് സത്യത്തിൽ എല്ലാവരും ഞാനൊരു മടിയനാണ് എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ സ്വകാര്യമായ മണിക്കൂറുകൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്നാരും ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാൻ മടിയനാണെന്ന് ആൾക്കാർ പറയുന്നുണ്ടോന്ന് ഞാൻ പറഞ്ഞില്ലേ. ചില ആൾക്കാർ വന്നറിയോ, അലസനല്ലേ, അലസനാണ്, മടിയനാണ്, സ്വപ്നജീവിയാണ്. മുനീർ ചിലപ്പോൾ 11 മണിക്കാണ് എഴുന്നേക്കുന്നത്, രാത്രിയിൽ ഉറങ്ങില്ല, ഉറക്കമില്ലായ്മ എന്നുള്ളൊരു രോഗമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് രോഗമാണെന്ന് അദ്ദേഹം നടിക്കുന്നുണ്ട് എന്നൊക്കെ പല ആക്ഷേപങ്ങളും ആൾക്കാർ പറയുന്നു. ശരിയായി. ചിലപ്പോൾ ഉറക്കൊഴിയുന്നതിനെ നമ്മൾ ഇൻസോംനിയ എന്ന് പറയും. പക്ഷേ എൻ്റെ പ്രധാനമായ ഞാൻ എഴുത്തും വായനയും ഞാൻ നടത്തുന്നത് രാത്രിയിലാണ്. ഞാൻ 5:30 മണിവരെയൊക്കെ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ പുസ്തക ശേഖരമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അതിൽ എന്നെ സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഒന്ന് മോഡേൺ ബുക്സിലെ NE സുധീറുണ്ട്. അദ്ദേഹം പുതിയ പുസ്തകങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് കെട്ടായിട്ട് എനിക്ക് അയച്ചു തരും. അതേപോലെ DC പബ്ലിക്കേഷൻ തന്നെയുണ്ട്. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പ്രത്യേക വിഷയമൊന്നുമില്ല. പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇതൊന്നും മഗ് ചെയ്യാന്ന് പറയും. കടലാസിലാണോ വായിക്കുന്നത്, ഈ റീഡറിലാണോ വായിക്കുന്നത്? ഈ റീഡറിലേക്ക് ഇപ്പം ചില ബുക്സുകളൊക്കെ PDF. പക്ഷെ താങ്കൾക്ക് അത്ര ഒരു അതിനോട് അല്ല, ഞാൻ പിന്നെ PDF-ലും വായിക്കാറുണ്ട്. പക്ഷേ എങ്കിലും ഫിസിക്കൽ ബുക്സാണ് എനിക്ക് സൗകര്യം. കാരണം ഈ ബുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏത് പൊസിഷനിലും വായിക്കാൻ പറ്റുന്നത്. കിടന്ന് വായിക്കാം, ഇരുന്ന് വായിക്കാം. കടലാസിൻ്റെ ഒരു മണവും അതിൻ്റെ കടലാസിൻ്റെ മണവും നൊസ്റ്റാൾജി ഉണ്ടാക്കുന്നൊരു കാര്യമാണത്. എങ്കിലും ഈ റീഡർ ഇന്ന് പല പുസ്തകങ്ങളും ഈ റീഡറിലെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ വേർഷൻസേ ഇറക്കുന്നുള്ളൂ എന്നുള്ളത്. പക്ഷേ ഈ വേർഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഈ ലൈറ്റ്സ്, ഇതിൻ്റെ ലൈറ്റ് നമ്മളുടെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്. രാത്രിയിൽ ഇരുന്ന് വായിക്കുന്നത് കൊണ്ടാണ് ഞാൻ രാവിലെ വൈകി എഴുന്നേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അധികം വൈകുന്നില്ല. കാരണം പിന്നെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പത്രപാരായണം നടത്തിയ ശേഷമാണ് ഞാൻ താഴെ വരുന്നത് എന്നുള്ളതുകൊണ്ട്. അപ്പം ടോട്ടലി എൻ്റെ ഉറക്ക് എന്ന് പറയുന്നത് ഏകദേശം 4 hours ഉള്ളൂ. 4 to 4.5 hours ഞാൻ ശരിക്കും ഉറങ്ങുന്നുള്ളൂ. അപ്പോൾ ആളുകളുടെ ധാരണ ഈവൻ ഒരു കുംഭകർണനാണ് എന്നുള്ളൊരു ധാരണ. പക്ഷെ ഞാനതൊന്നും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജോലി ആ സമയത്താണെങ്കിലും എനിക്ക് തീർക്കാറുണ്ട്. എല്ലാ ജോലിയും തീർക്കുകയും കഴിയുന്നത്ര കൃത്യമായി എല്ലാ മീറ്റിങ്ങുകളിൽ എത്താൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. എങ്കിലും എഴുത്ത് വായന എന്ന് പറയുന്നതിൻ്റെ സമയം, ഈ സമയത്ത് ഒരു ഡിസ്റ്റർബൻസും നമുക്കുണ്ടാവില്ല. താങ്കൾ കോംപ്രമൈസ് ചെയ്യാറില്ല? മന്ത്രി ആയതുകൊണ്ടും എഴുത്തിലും വായനയിലും? ഇല്ല, ഞാൻ എപ്പോഴും എഴുതാറുണ്ട്. ഞാൻ എല്ലാ ആനുകാലികങ്ങളിലും എഴുതാറുണ്ട്. അത് ഞാൻ തന്നെ വായിച്ച് ഞാൻ തന്നെ എഴുതണമെന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ട്. ഒരുപക്ഷെ മുനീർ ഈ രാഷ്ട്രീയത്തിലൊരു അഗ്രസീവായിട്ട് പിച്ചിങ് ചെയ്യാൻ പറ്റാതെ വരികയും ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി അതിൻ്റെ തന്ത്രങ്ങൾ മെനയുന്നതിലൊക്കെ താങ്കൾക്ക് തടസ്സമാകുന്നത് താങ്കളുടെ ഈ ഡീവിയേഷൻസ് ആണ്. ശരിയാണ്, ആണ്, അത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ വെറുതെ ഇരുന്ന് ആലോചിക്കുകയും എങ്ങനെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ മെനയാമെന്ന് നോക്കുകയും ചെയ്യുന്നതിനുള്ളൊരു സമയമില്ല. പുരുഷനൊരു പാട്ട് പാടി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം താങ്കളെ കൊണ്ട് ഇടയ്ക്കൊക്കെ പാട്ട് പാടിപ്പിക്കേണ്ട ഒരാളാണെന്നാണ് പറഞ്ഞു വരുന്നത്. പുരുഷേട്ടൻ്റെയും
എൻ്റെയൊക്കെ നാടായിട്ടുള്ള കോഴിക്കോട് ഇന്നും നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ബാബുരാജ്. ബാബുരാജിൻ്റെ ഒരു പാട്ട്. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കീനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കീനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇനിയും SMS വരാൻ കേട്ടോ. വരട്ടെ. ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്. ഈ യാത്രകളൊക്കെ എന്തിനാ കാറിൽ തന്നെ ആക്കുന്നത്? ട്രെയിനോ ഫ്ലൈറ്റോ എന്തെങ്കിലും ഉപയോഗിച്ചൂടെ? ഇത് ആരാന്ന് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലായ? ഇതാണ് ഡോക്ടർ MK മുനീറിന്റെ അനുജൻ. അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. മോനാണ്. മൂത്ത മകൻ, അവൻ മെഡിസിന് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. താങ്കൾ ഉപേക്ഷിച്ച ഒരു വഴിത്താരയെ പുണരാൻ വേണ്ടി അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുക. അതെ അതെ അതെ. ആരെങ്കിലും ഒന്ന് ആ ഫീൽഡിൽ ഉണ്ടാവട്ടെ എന്നുള്ള കാര്യം. മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? അല്ല, അവനതിലൊന്നും താല്പര്യം കാണുന്നില്ല. താങ്കൾക്ക് താല്പര്യമുണ്ടോ? ഇല്ല ഇല്ല. കാരണം മെഡിസിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവിൻ്റെ ഒരു സ്വപ്നം ഉണ്ടല്ലോ, അത് എന്നിലൂടെ സാക്ഷാത്കരിക്കാൻ പറ്റിയില്ല. അത് പേരക്കിടാവിലൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക. എന്തായാലും അവൻ എല്ലാവിധ ഭാവങ്ങളും നമ്മൾ നേരുകയാണ്. നല്ലൊരു ഡോക്ടറായിട്ട് ഒരുപാട് ബൈപ്പാസുകൾ ചെയ്യട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. താങ്ക് യു. മോൻ ചോദിച്ചൊരു കാര്യമുണ്ട്, അത് പുരുഷൻ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ബാക്കിയാണ്. കാറിനോടുള്ള ഭ്രമം. അത് താങ്കൾ ഒരുപാട് പ്രശ്നത്തെ കൊണ്ടാക്കിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തും ഒരു കാറിൻ്റെ അപകടം ആലപ്പുഴയിൽ, കാർ ഓടിക്കുന്ന രീതി. ഞാൻ താങ്കളുടെ പുസ്തകത്തിലൂടെ കണ്ണോടിച്ചപ്പോൾ താങ്കൾ 2 പ്രാവശ്യം മുകളിലേക്ക് പോകേണ്ടതാണ്. അതിലൊന്ന് കാറായിരുന്നു നിമിത്തം, 2 വഞ്ചിയായിരുന്നു നിമിത്തം. മരണത്തിൽ നിന്ന് 2 വട്ടം രക്ഷപ്പെട്ട ആളാണ് ഡോക്ടർ MK മുനീർ. എന്താണ് ഈ കാറിനോടുള്ള ഭ്രമം? കാറിനോടുള്ള ഭ്രമം കൊണ്ടല്ല, കാരണം ഇതിന് പുറമേ ഞാനൊരു ഡയബറ്റിക് രോഗി കൂടി ആയതുകൊണ്ട് ചിലപ്പം മരുന്ന് വാങ്ങേണ്ടി വരും, ചിലപ്പം എന്തെങ്കിലും ഷുഗർ വാങ്ങി കഴിക്കേണ്ടി വരും. ഇതൊക്കെ ഒരു ട്രെയിൻ യാത്രയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് പ്രമേഹമൊക്കെ അക്യൂട്ടായിട്ടുണ്ടെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും താങ്കൾ വിധേയനാകാൻ തയ്യാറാണ്. അത് ഞങ്ങളുടെ ഒരു പാരമ്പര്യത്തിൻ്റെ പ്രശ്നം കൂടി അതിലുണ്ട്. താങ്കളുടെ കുടുംബ ചിത്രമാണ് അത് ഹോട്ടലിലാണല്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേകത തന്നെ കമ്മ്യൂണിറ്റിയുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം എന്നുള്ളതാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം. അത് ഞങ്ങൾ പത്രക്കാർ പറയും, ലീഗിന്റെ ഹൈ പവർ എന്ന് പറഞ്ഞാൽ കുറെ ആടിന്റെ തല പോകുന്ന പറയാം. അതെ, അത് കോഴിയെല്ലാം പോവും. ഞങ്ങൾ ഈ കോണി എന്ന് പറഞ്ഞ ചിഹ്നം നമുക്ക് നഷ്ടപ്പെട്ടാൽ ചോദിക്കാൻ പറ്റുന്ന ഏക ചിഹ്നം കോഴിയാണ്. കാരണം അത്രയും അഭേദ്യമായ ബന്ധമാണ് നമുക്ക് ആ ചിഹ്നത്തോടുള്ളത്. പണ്ട് BN ഗഫൂർ ഒരു കാർട്ടൂൺ വരച്ചിരുന്നു, ലീഗ് ഒന്നിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു 2 കോഴികൾ ഡിസ്കസ് ചെയ്യാണ്. ഇവരുടെ ചർച്ച ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വംശനാശം സംഭവിക്കുമെന്നാണ് ഞാൻ സംശയിക്കുന്നതെന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. അതിന് പറ്റിയൊരു കാര്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, EMS നമ്പൂതിരിപ്പാട് എൻ്റെ സിസ്റ്റർ മാരേജിന് വന്നിരുന്നു. ബാഫിക്ക് തങ്ങളും ഉണ്ടായിരുന്നു അന്ന്, പ്രേം നസീറി, 3 പേരുമാണ്. അന്ന് ഏറ്റവും വലിയൊരു ചിത്രം പത്രങ്ങളിലൊക്കെ വന്നത്. EMS അടക്കം, അദ്ദേഹം നോൺ വെജിറ്റേറിയൻ ആയിരുന്നല്ലോ. ഇവരെല്ലാം ഒരുമിച്ചിരുന്നുകൊണ്ട്
ബിരിയാണി കഴിക്കുന്ന ഒരു ചിത്രമായിരുന്നു എന്നുള്ളത്. EMS ഏറ്റവും ഇഷ്ടം കോഴിയായിരുന്നു. കോഴിയായിരുന്നു, അത് കോഴി ബിരിയാണിയാണ് അത് കഴിക്കുന്നത്. അവസാനമായപ്പോഴും കോഴിക്കകത്തൊന്നും മസാലയൊന്നും ഇല്ല, വെറുതെ വേവിച്ചതിനും പുള്ളി കഴിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അത് ഈ കാര്യത്തിൽ മാത്രം രാഷ്ട്രീയ പിന്നെ വേർതിരിവുകളില്ല. ഒരു കലാകാരൻ, ഒരു രണ്ട് രാഷ്ട്രീയ നേതാക്കൾ, എല്ലാം വ്യത്യസ്തമായ ധാരകളിൽ പോകുന്നവർ. പക്ഷെ കോഴിക്ക് മുന്നിൽ അവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു കലാകാരനെ നമുക്ക് കൊണ്ടുവരാം. എൻ്റെ മനസ്സ് പറയുന്നത് ഭാവിയിൽ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ആവാനുള്ള ആൾ കൂടിയാണ് മുനീർ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ മുനീറിനോട്, ഭാവിയിൽ ഒരു നല്ലൊരു കലാകാരനായി അറിയപ്പെടാനാണോ മുനീർ താല്പര്യപ്പെടുന്നത്, അല്ല കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ആയി അറിയപ്പെടാനാണോ മുനീർ താല്പര്യപ്പെടുന്നത്? വല്ലാത്ത വിഷമം പിടിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഡോക്ടർ MK മുനീറിന് ആത്മാർത്ഥമായിട്ട് ആ ചോദ്യത്തോട് പ്രതികരിക്കാൻ പറ്റില്ല. ഇല്ല, പ്രതികരിക്കാതിരിക്കാം. അതായത് എൻ്റെ മൂത്ത പോനോടോ രണ്ടാമത്തെ പോനോടോ ഇഷ്ടമെന്ന് ചോദിക്കുന്ന പോലെയാണ്. മാത്രമല്ല അത് മാത്രമല്ല, മുഖ്യമന്ത്രി ആകാനാണെന്ന് പറഞ്ഞാൽ നാളെ ഒരുപാട് പൊല്ലാപ്പുണ്ടാവും. ഞാൻ അതുകൊണ്ട് പ്രധാനമന്ത്രിയിലാണ് നിൽക്കുന്നത്. താങ്കൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിലെ ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിലായിരുന്നു അല്ലേ? അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിലായിരുന്നു. അദ്ദേഹമാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന നാടകം സംവിധാനം ചെയ്യുന്നത്. ആ സമയത്ത് അദ്ദേഹം സംവിധാനം ചെയ്ത നാടകത്തിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ മുനീറിനെ കൊണ്ട് എപ്പോഴും ഒരു എനിക്കൊന്ന് ദേവരാജൻ മാസ്റ്ററുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു അല്ലേ മുനീർ അല്ലേ? ഞാൻ പരിചയപ്പെടുന്ന അവസാന കാലഘട്ടത്തിൽ. പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു എന്തോ ഒരു സ്നേഹം. അദ്ദേഹം ഞാൻ ഒരു ക്ലാസിക്കൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായി സംഗീതമൊന്നും അഭ്യസിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നാടക ഗാനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നെ കയറ്റി ഒരു പാട്ട് പാടിക്കുക. അന്ന് ഒരു പാട്ട് മുനീറിനെ കൊണ്ട് പാടിപ്പിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം. വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി അതിന് രണ്ടുപേരും പാടാം. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിത ഭാരം, വഴിയറിയാതെ അലഞ്ഞു നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ നമ്മൾ, വിധിയുടെ ബലിമൃഗങ്ങൾ. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിത ഭാരം. ഡോക്ടർ മുനീർ, താങ്കളുടെ വര എനിക്കൊന്ന് ചെഗുവരയുടെ ചിത്രം വരച്ച് താങ്കൾ ക്യൂബൻ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അല്ല, ചെഗുവേരയുടെ ചിത്രം ചെഗുവേരയുടെ മകൾ വന്നപ്പോൾ അതെ, ചെഗുവേരയുടെ ചിത്രം പെയിൻറ്റ് ചെയ്തിട്ട് ഞാൻ കൊടുത്തു. അവരത് എനിക്ക് എന്തായാലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അന്ന് ബ്രിട്ടാസും ഉണ്ടെന്ന് തോന്നുന്നു. ബ്രിട്ടാസാണ് അത് ഡൽഹിയിൽ കൊണ്ടുപോയി ചെഗുവേരയുടെ മകളെ ഏൽപ്പിച്ചത്. അവരത് ക്യൂബൻ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ കാർട്ടൂണുകളും അതേപോലെ തന്നെ താങ്കളുടെ കാർട്ടൂണിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ആദ്യ കാർട്ടൂണുകളിലെ കഥാപാത്രം ബാപ്പ തന്നെയായിരുന്നു. അപ്പോഴ് അന്ന് ലീഗ് തലയ്ക്ക് മുകളിലാണ് നമ്മൾ പഠിത്തം തുടങ്ങിയത്. തബല പഠിച്ചെന്ന് പറഞ്ഞു. അന്ന് ലീഗ് പിളർന്നപ്പം ബാപ്പയും സെയ്ദുമർ ബാഫക്കി തങ്ങളും തമ്മിലുള്ള ഒരു ഗുസ്തി, അതിൻ്റെ മീഡിയേറ്ററായിട്ട് ബേബി ജോണാണ്. അന്ന് ബേബി ജോൺ ആയിരുന്നു ഇവരുടെ ഈ പിളർപ്പ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മീഡിയേറ്ററായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ടുള്ളൊരു കാരിക്കേച്ചർ അസാധു നടത്തിയിട്ടുള്ള ഒരു മത്സരത്തിൽ അതിലെനിക്കന്ന് 1ാം സ്ഥാനം കിട്ടി. അന്ന് രമേശ് ചെന്നിത്തല ആണ് അവിടെ വന്നിട്ട് എനിക്ക്, അന്ന് പുള്ളി KSU പ്രസ്ഥാനത്തിലുള്ള ബാപ്പ പക്ഷേ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. കാരണം എല്ലാവരും വിചാരിച്ചത് വാപ്പയും PK മന്ത്രിയും തമ്മിൽ വലിയ പ്രശ്നമുണ്ടെന്നായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. PK മന്ത്രിയെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഈ കലയ്ക്കും സംഗീതത്തിനൊക്കെ എതിരാണെന്നുള്ളത്. പക്ഷെ ഏറ്റവും വാപ്പയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു PK മന്ത്രി. അപ്പോൾ PK മന്ത്രി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിലൊരു കൊച്ചു കാർട്ടൂണിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കൊണ്ടുവന്ന് PK മന്ത്രിയെ പരിചയപ്പെടുത്തി. അപ്പോൾ PK മന്ത്രിയോട് പറഞ്ഞു, ഇവൻ എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, തന്നെ പോലെ തന്നെ ഇവൻ എന്നെയാണ് ഇവിടെ നിന്ന് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ PK മന്ത്രി എനിക്ക് അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ കളക്ഷൻ്റെ 2 പുസ്തകങ്ങൾ എനിക്ക് തന്നു. പിന്നെ അത് നോക്കിയായിരുന്നു ശരിക്കും എൻ്റെ ഒരു കാർട്ടൂണിൻ്റെ
ഗുരു എന്ന് പറയുന്ന ഒരാൾ പി കെ മന്ത്രിയായിരുന്നു, പിന്നെ ഒന്ന് ബി എൻ ഗഫൂറും. പി കെ നായർ പോലും ഒരു പ്രാവശ്യം അത് നമ്മൾ ഓൻ വരക്കോട് നന്നായിട്ട് എന്ന് അത് ഞാൻ ഇവിടെ കാരിക്കേച്ചർ എക്സിബിഷൻ നടത്തിയിരുന്നു. എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും അതിനെ സ്കെച്ചസ് എന്ന് പേര് കൊടുത്തുകൊണ്ട് കാരിക്കേച്ചറുകൾ വരച്ചുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇ കെ നായനായിരുന്നു. അന്ന് BBC-യുടെ പിന്നെ ലേഖകൻ വന്നപ്പോൾ BBC-യിൽ ഈ കാർട്ടൂണിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞത് ഇ കെ നായനാരാണ്. എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കറിയാം. അത് ഭയങ്കര രസകരമായിട്ട് പറഞ്ഞു. ഒരാൾ വരാൻ താല്പര്യപ്പെടും, നോക്കാം. നമസ്കാരം മുനീർ സാഹിബ്. നമസ്കാരം. ഞാൻ എന്ത് പറഞ്ഞ് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഞാനൊരു മന്ത്രിയോട് ചോദിക്കുന്ന പോലെ ചോദിക്കണോ, കഴിഞ്ഞ 25 വർഷത്തിന് മുകളിലായുള്ളൊരു സുഹൃത്തിനോട് ചോദിക്കുന്ന പോലെ ചോദിക്കണോ, അല്ല രാഷ്ട്രീയക്കാരനാണെന്ന് തോന്നാത്ത വിധത്തിൽ സൗന്ദര്യം കൊണ്ടും നല്ല ഗായകനാണ്, എല്ലാം കൊണ്ടും പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിച്ചുകൂടാന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ മേഖലകളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം. എന്തായാലും അങ്ങ് ഈ പ്രോഗ്രാമിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ കൈരളി TV അവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുറിച്ച് ഇതിൽ വരുമ്പോൾ എനിക്ക് 2 വാക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ തന്നെ ചോദിച്ച് മേടിച്ചതാണിത്. കഴിഞ്ഞ 25 വർഷമായിട്ട് എൻ്റെ ഏത് സിനിമ ഇറങ്ങിയാലും അന്ന് തന്നെ എന്നെ വിളിക്കുകയും സിനിമ മോശമാണെങ്കിൽ പോലും അത് നന്നായി എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആ വലിയ മനസ്സിന് ഒരുപാട് സന്തോഷം, നന്ദി എല്ലാം പറയുന്നു. ഇതൊക്കെ നീ നമുക്ക് വിട്ടേക്കാം. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഒരു വർഷത്തിന് മുകളിലായി ആരോഗ്യ പരിപാലനത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു സൈക്കിൾ സഫാരി രാവിലെ തുടങ്ങി. രാവിലെ ഏകദേശം ഒരു 4:30 മണിക്ക് അദ്ദേഹത്തിൻ്റെ മമ്മൂക്കയുടെ വീടിൻ്റെ അവിടെ ഞാൻ എൻ്റെ സൈക്കിളുമായിട്ട് എത്തും. 4:45 അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. 5 മണിക്ക് ഞങ്ങളൊരു യാത്ര തിരിച്ചാൽ ഏകദേശം ഒരു 7 മണിക്ക് മുമ്പ് 6:45 തിരിച്ചെത്തും. അതിനുള്ളിൽ ഏകദേശം ഒരു 20-22 കിലോമീറ്ററോളം ഞങ്ങൾ ചവിട്ടും, എറണാകുളത്തിൻ്റെ പല ഭാഗത്തായിട്ട്. അത് ഓരോ ദിവസവും ഓരോ റൂട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന അവസരത്തിൽ പലപ്പോഴും പല കുഴികളും പല ഹമ്പുകളും ഒക്കെ ചാടുമ്പോൾ സ്വാഭാവികമായിട്ട് വെളുപ്പാങ്കാലത്ത് നല്ല ചീത്ത വിളിച്ചിട്ട് തന്നെയാണ് മമ്മൂക്ക സൈക്കിളിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തോട് പറയും, ഞങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയും ഇങ്ങനെ, നമുക്ക് നമ്മുടെ നാട്ടിൽ സൈക്കിളിൽ മാത്രമായിട്ടൊരു ട്രാക്ക് അതെപ്പോഴാണ് ഉണ്ടാവുക അങ്ങനെ സ്വപ്നം. അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് ഞാനിങ്ങനെ മമ്മൂക്കോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അതിൻ്റെ മന്ത്രി മുനീർ സാറില്ലേ, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നീ ചോദിക്കും, ഞാൻ ചോദിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. ശരി, ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഞാൻ അങ്ങയെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞു, കാലിക്കറ്റ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്വപ്നമുണ്ട്, കോഴിക്കോട് നിന്ന് ഏകദേശം 20-25 കിലോമീറ്റർ സൈക്കിളിന് കിട്ടുന്ന പോലെ സൈക്കിളിന് മാത്രമായിട്ടൊരു ട്രാക്ക് ഉണ്ടാക്കി തരാം. പക്ഷേ എന്നോട് പറഞ്ഞത് അതിൽ ആദ്യത്തെ സൈക്കിൾ ചവിട്ടാനായിട്ട് ജയറാം വരണം എന്നാണ് പറഞ്ഞത്. ഞാൻ അപ്പം തന്നെ ഈ വിഷയം മമ്മൂക്കയോട് അടുത്ത ദിവസം രാവിലെ പറയുകയും അതിൻ്റെ സന്തോഷം തിരിച്ച് പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. എന്തായാലും അത് എന്ന് സാധ്യമാകും എന്ന് പറഞ്ഞു തന്നാൽ എൻ്റെ സൈക്കിളുമായിട്ട് കോഴിക്കോട് വരാൻ വേണ്ടിയിട്ട്. താങ്ക് യു. ജയറാം പറഞ്ഞതിൽ പലതും ഉണ്ട്. ജയറാമിൻ്റെ പൊളിഞ്ഞുപോയ സിനിമ പോലും ഗംഭീരമാണെന്ന് ഇടയ്ക്ക് വിളിച്ചു പറയുന്നത്. ഇങ്ങനെയുള്ള മിത്രങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ശത്രുക്കൾ ആവശ്യമില്ല, ആരെ വിഷമിപ്പിക്കാൻ മുനീർ ആഗ്രഹമില്ല. അതാണല്ലേ? അതല്ല, പിന്നെ നമ്മൾ സിനിമ മൊത്തത്തിൽ പൊളിയുമ്പോഴും നമ്മൾ നോക്കുന്നത് ജയറാം അതിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്നാണ്. ജയറാമിന് ഒരു ലെവൽ ഓഫ് ആക്ടിങ് ഉണ്ട്. അതിൽ നിന്ന് ഏത് ഫിലിമായാലും ജയറാം താഴോട്ട് വരാറില്ല. ജയറാം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ 100% നീതി പുലർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറയുന്നത്. അതിൽ ബാക്കിയുള്ള ആളുകളെ അന്ന് വിളിക്കാറില്ല. കാരണം 25 കിലോമീറ്ററുള്ള സൈക്കിൾ പാത താങ്കൾ എന്ന് നിർമ്മിച്ചു കൊടുക്കും? ഫെബ്രുവരിയിൽ ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉള്ള ആ ഒരു റോഡുണ്ട്. ആ റോഡ് ഏകദേശം 10 കിലോമീറ്റേഴ്സാണ് വരുന്നത്. ആ 10 കിലോമീറ്റേഴ്സും പിന്നെ ഞാനത് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുകയാണ്. അതിൽ ഞങ്ങളിപ്പം പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ സൈക്കിൾ ട്രാക്സ് ഉണ്ട്. സൈക്കിളുമായി ആളുകൾ അവിടെ വരുന്നു. അവിടെയൊക്കെ പിന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള സൈക്കിളുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. അതൊക്കെ കാറിൽ കെട്ടിവെച്ച് കൊണ്ടുവന്ന് അവർ ഓടിക്കുകയാണ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ലോക്കിൽ അവിടെ സൈക്കിൾസ് കാണാം. എന്നിട്ട് നമ്മൾ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ എടുക്കാം. ഇപ്പോൾ ഈ അടുത്ത് ലണ്ടനിൽ പോയപ്പോഴും അത് കാണാൻ സാധിച്ചു. അപ്പോൾ എൻ്റെയും ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ ഈ മമ്മൂക്കയും പിന്നെ ജയറാമും ഇതിൽ ഇങ്ങനെ ആത്മസമർപ്പണം നടത്തിയ ആൾക്കാരാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു ട്രാക്ക് ഈ
ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് കോഴിക്കോട് നടത്തുന്നതിന് വേണ്ടി കളക്ടറുമായി സംസാരിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഇനീഷ്യേഷൻ എടുത്തു കഴിഞ്ഞു. നമ്മളിനി പെയിൻറ്റിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫെബ്രുവരിയിൽ നമുക്ക് ട്രാക്ക്. ഓക്കെ, എല്ലാവിധ ആശംസകളും ഡോക്ടർ മുനീർ. ഇനി ഒരാളും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് മിസ്റ്റർ മുനീർ ചിലപ്പോൾ 5-6 കൊല്ലം നിന്ന് എനിക്ക് പരിചയമായി. മുനീറിൽ നിന്ന് അവരിപ്പോൾ എനിക്ക് മുനീർ സാറായി. ഞാൻ മുനീർ സാറിൻ്റെ വലിയൊരു ഫാനാണ്. അവരുടെ യോജനകൾ കണ്ടിട്ടുണ്ട്. ഷീ ടാക്സി, പിന്നെ ഇപ്പോൾ ഈ ജെൻഡർ കോൺഫറൻസ്, പിന്നെ ട്രാൻസ്ജെൻഡർ പോളിസി അപ്രൂവ് ചെയ്യാൻ, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, എസ്പെഷ്യലി വിത്ത് വിമൻസ് എംപവർമെൻറ്റ് കുറേ യോജനകൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാറുണ്ട്. യു വാക്ക് ദ ടോക്ക്. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ്. മുനീർ സാർക്ക് ഈ ജെൻഡർ ഇഷ്യൂസ് എപ്പോൾ എന്താ പറയുക, അവരുടെ ഹൃദയക്ക് ഒരു പ്രിയപ്പെട്ട ഒരു കാരണം ആയി. ആൻഡ് വെൻ ഡിഡ് ദിസ് പാഷൻ റിയലി ബിഗിൻ? ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നോ, ഇല്ലെങ്കിൽ എന്ത് കണ്ടിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്തു ഈ ഒരു യോജന, എസ്പെഷ്യലി വിമൻസ് എംപവർമെന്റ്, ജെൻഡർ ഈക്വാലിറ്റി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്? വെൻ ഡിഡ് യു ഫീൽ ദാറ്റ്? ഗോപാൽസ്വാമി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതിനേക്കാൾ എനിക്ക് ഏറ്റവും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ജെൻഡർ ഇഷ്യൂസിൽ ഇത്രയും ഡീപ്പായിട്ട് പഠിച്ചില്ല. ആർക്കെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല. ഇതൊരു സബ്ജക്റ്റായി എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അവരുടെ ആ ഒരു വശം പലരും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ജെൻഡർ ഇഷ്യൂസ് വരുമ്പോൾ ഞാനുമായി ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ജെൻഡർ ഇക്വാലിറ്റിയുടെ കോൺഫറൻസിലേക്ക് ഞാൻ ലക്ഷ്മി ഗോപാൽസ്വാമിയെ ക്ഷണിച്ചിരുന്നു ഫോർ ദി സെമിനാർ. ആർട്ടിസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ജെൻഡർ ഇഷ്യൂ നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴും നമുക്ക് പിന്നെ ഒരു ജെൻഡർ ബയസ് ഉണ്ട്. എന്തായാലും ഒരു മാസ്കുലിൻ ആയിട്ടുള്ള ഒരു സൊസൈറ്റി തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഗ്രാംസും പോളിസീസും ഒക്കെ ഒരു ആണിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളൊരു ജെൻഡർ പോളിസി ഉണ്ടാക്കി. വെറും ജെൻഡർ പോളിസി മാത്രമല്ല, ട്രാൻസ്ജെൻഡർ പോളിസി ഇന്ത്യയിൽ ആദ്യമായി ഡ്രാഫ്റ്റ് സ്റ്റേജിൽ നിന്നും ഒറിജിനൽ പോളിസിയിലേക്ക് കൊണ്ടുവന്ന ഒരു സ്റ്റേറ്റ് എന്ന പേരും ഇപ്പോൾ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റിയുടെ ഇത് നടത്തിയ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്, ഇപ്പം സ്ത്രീകളുടെ പല ഇഷ്യൂസും നമ്മൾ ചെയ്യുന്നില്ല. ഈവൻ അവർക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ഷീ ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോലും നമ്മുടെ ഇല്ല. ഒരു സ്ത്രീ എഴുത്തുകാരിക്ക് എഴുതണമെങ്കിൽ അവരുടെ വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് മാറിയിരുന്ന് എഴുതാനുള്ള ഒരു ഇടമില്ല. അവർക്ക് ഹോട്ടലിൽ പോയിരുന്നോ ലോഡ്ജിൽ ഇരുന്നോ എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ജെൻഡർ പാർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാക്കിയത്. പ്രദീപ് കുമാറും ഞാനും കൂടിയാണ് അത് കൺസീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാലിക്കറ്റിൽ 25 ഏക്കർ ലാൻഡിൽ ജെൻഡർ പാർക്ക് ഈ വരുന്ന ഫെബ്രുവരിയിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതേപോലെ ട്രാൻസ്ജെൻഡർ, അവർക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നില്ല, അവർക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ സമൂഹത്തിൽ എപ്പോഴും പരിഹാസ കഥാപാത്രമായി നിൽക്കുന്ന ട്രാൻസ്ജെൻഡറിനെ മുഖ്യധാരയിൽ കൊണ്ടുവരാനുള്ള ശ്രമം കൂടി നടത്തുകയാണ്. എല്ലാവിധ ആശംസകളും ഡോക്ടർ മുനീർ.